സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒന്നാമത്തെ പാർട്ട് പഠിച്ചോ? ഇന്ത്യൻ ചരിത്രത്തിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷയ്ക്കും, പ്രത്യേകിച്ച് കമ്പനി ബോർഡ്, LGS, BFA, BORA, JLD ഒക്കെ വരാൻ പോവാണ്. ആ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഹോട്ട് ടോപ്പിക് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള. അതിന്റെ ആദ്യത്തെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. കൂട്ടുകാർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണണം. അതൊരു തുടർച്ചയായ ക്ലാസ് ആണ് കേട്ടോ. അതിന്റെ നോക്കൂ, നമ്മൾ എടുത്ത കാര്യങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് SCERT ബേസ്ഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എങ്ങനെയാണ് വരാൻ കാരണമായത്, ശിപ്പായി ലഹള എന്നറിയപ്പെടാനുള്ള കാരണം പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യമായിട്ട് മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട കാര്യം പറഞ്ഞു, ബാരക്പൂരിലെ വിശേഷങ്ങൾ പറഞ്ഞു, ആ മംഗൾ പാണ്ഡെയെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായ സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും മറ്റ് നിയമങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. മംഗൾ പാണ്ഡെയെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഝാൻസി റാണിയെ കുറിച്ച് പഠിച്ചു. അവസാനം ബഹദൂർ ഷാ സഫറിനെ കുറിച്ചും നാനാ സാഹിബിനെ കുറിച്ചും താന്തിയോ തോപ്പിയെ കുറിച്ചും പറഞ്ഞിട്ടാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ട് അവസാനിച്ചത്. ഓക്കെ, ഇനി നോക്കൂ, ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൂടി നമുക്ക് നോക്കാം. ഫൈസാബാദ് സ്ഥലം എവിടെയാണ്? ഫൈസാബാദ്. ഒരുപാട് തവണ PSC ചോദിച്ചാണ് ഫൈസാബാദ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഫൈസാബാദ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1856 ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അഥവാ വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ്. ഡെങ്കാഷ എന്നറിയപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അഹമ്മദ് ഡിങ്കനെ പോലെ ഉണ്ടോ കാണാൻ? താടിയൊക്കെ വെച്ചിട്ടില്ലേ? ഏകദേശം രൂപമാണ് ഡെങ്കാഷ. മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ്. നോക്കൂ, അടുത്തതും ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഔദ് നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ ക്ലാസ് പാർട്ട് കണ്ടവർക്കറിയാം. ഔദിലെ ഭരണാധികാരിയായിരുന്നു വാജിദ് അലി ഷാ. അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ പഠിച്ചു വെക്കണം, പ്രധാനപ്പെട്ട സ്ഥലം ഔദാണ്. വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാട് കടത്തിയതിനെ തുടർന്ന് ഔദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. നോട്ട് ചെയ്ത് വെക്കണം. ഝാൻസി റാണി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പൊ ഝാൻസി റാണിയോടൊപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വനിതയാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പോരാളിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ ലഖ്നൗ, ആഗ്ര, അതായത് ഈ പറയുന്ന ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാണ് ലഖ്നൗ, ആഗ്ര, ഔദ്. ഔദിന്റെ ഇപ്പോഴത്തെ പേര് അയോധ്യ എന്നാണ് കേട്ടോ. അപ്പൊ ഔദ്, ആഗ്ര, ലഖ്നൗ ഈ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാട് കടത്തിയ നവാബാണ് വാജിദ് അലി ഷാ. ഞാൻ ഇത് തുടക്ക ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ദുർഭരണം എന്ന് ആരോപിച്ചുകൊണ്ട് പിടിച്ചടക്കിയ സ്ഥലമായിരുന്നു ഔദ്. അപ്പൊ അവിടെ നിന്നും വാജിദ് അലി ഷായെ നാട് കടത്തി എങ്ങോട്ട്? കൊൽക്കത്തയിലേക്ക്. നാനാ സാഹിബിനെ നേപ്പാളിലേക്ക് അല്ലെ. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ ബഹദൂർ ഷാ രാജാവ് അല്ലെ, ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ട് നാട് കടത്തി? റങ്കൂണിലേക്ക്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, PSC PYQ ആണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി എന്ത് ചെയ്തു? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ട് രാജ്ഞിയുടെ കീഴിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കറിയാം അല്ലെ, ദ ഗ്രേറ്റ് പ്രൊക്ലമേഷൻ ഓഫ് ക്വീൻ വിക്ടോറിയ. അതിന്റെ ഭാഗമായിട്ടാണ് കാനിങ് എന്ന് പറയുന്ന അന്നത്തെ ഗവർണർ ജനറലിന്റെ പേരൊക്കെ മാറ്റുന്നത്, വൈസ്രോയി ആക്കുന്നത്. അപ്പൊ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം നമുക്ക് അറിയുന്നതാണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി കൂടിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ലഖ്നൗ, ആഗ്ര, ഔദിലായിരുന്നു നേതൃത്വം കൊടുത്തത്. വാജിദ് അലി ഷായുടെ പത്നിയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുക. SCERT വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വായിക്കാൻ നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഡൽഹി, ബഹദൂർ ഷാ രണ്ടാമൻ. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജനറൽ ഭക്ത് ഖാനാണ്. അത് ഞാൻ നേരത്തെ എന്തിൽ പറഞ്ഞില്ല, ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ല. നമ്മൾ ബഹദൂർ ഷായെ കുറിച്ച് ഒന്നാമത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു. റാണി ലക്ഷ്മിബായിയെ കുറിച്ച് പഠിച്ചു, നാനാ സാഹിബിനെ കുറിച്ച് പഠിച്ചു, താന്തിയോ തോപ്പിയെ കുറിച്ച് പഠിച്ചു, ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ചും പഠിച്ചു. അവിടെ കൻവർ സിംഗ് കൂടിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ളത്. കൻവർ സിംഗ് ജസ്റ്റ് സ്ഥലം പഠിച്ചാൽ മതി. ജഗദീഷ്പൂർ എന്ന് വെച്ചാൽ ഇന്നത്തെ ബീഹാർ. ജഗദീഷ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ജഗദീഷ്പൂർ ബീഹാർ, അവിടെയായിരുന്നു ജഗദീഷ് കൻവർ സിംഗ്. എടാ, ബീഹാറിൽ ഒരു തടാകമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം വൈന്തല തടാകമാണ് തൃശ്ശൂരുള്ളത്. ഇവിടെ ഞാൻ സ്ക്രീനിൽ എഴുതുന്നില്ല, കൂട്ടുകാർ നോട്ട് ചെയ്തൊക്കെ അറിയാത്തവര്. കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. എന്താണ് ഈ ഓക്സ്ബോ എന്ന് പറഞ്ഞാൽ?
കൗതുകം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അറിയാൻ? ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയേ. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ വീഡിയോക്ക് താഴെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം അതാണ് ഇത്, കൻവർ തടാകം. അപ്പൊ ബീഹാറിലാണ്. അവിടെ കൻവർ സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലം അല്ലെ, ആര. അപ്പൊ ജഗദീഷ്പൂർ രണ്ടും ഏകദേശം ഒരു സ്ഥലം അപ്പുറപ്പുറമുള്ള സ്ഥലങ്ങളാട്ടോ. ജഗദീഷ്പൂർ എന്ന് വിളിക്കും ബീഹാറിലെ സ്ഥലം, അതുപോലെ തന്നെ ആര. ഈ രണ്ട് സ്ഥലം ആരാന്നല്ല, ആര അല്ല, ഇത് സ്ഥലമാണ് ആര. അപ്പൊ ബീഹാറിലെ ആര, ബീഹാറിലെ ജഗദീഷ്പൂർ, ഇവിടെയൊക്കെ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ്. ഇപ്പൊ ഡൽഹിയില് ജനറൽ ഭക്ത് ഖാൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ബഹദൂർ ഷാ രണ്ടാമനുണ്ട്. ഓക്കെ ആണല്ലോ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചാണ്. വിപ്ലവാനന്തരം റംഗൂണിലേക്ക് നാട് കടത്തി. ബഹദൂർ ഷാ സഫറിന്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ത് ഖാൻ. ലക്ഷ്മിബായി ഝാൻസിയിലാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു ഈ പറയുന്ന കാൺപൂര്. അവിടുത്തെ പേഷ്വ ബാജിറാവ്, അദ്ദേഹത്തിന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ സൈനിക തലവനാണ് താന്തിയോ തോപ്പി, ഗറില്ല യുദ്ധമുറകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ അല്ലെങ്കിൽ ഔദ് അതുപോലെ തന്നെ അയോധ്യയാണ് ഈ പറഞ്ഞ ഔദ്, ലക്നൗ, ആഗ്ര, ഇവിടെയൊക്കെ ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഇവിടെയാണ് ചില രസകരമായ ചോദ്യങ്ങൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാൻ. നോക്കൂ, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, ബീഗം ഹസ്രത്ത് മഹൽ നമ്മൾ പറഞ്ഞു. മറ്റൊരു പേരാണ് അസിമുള്ള ഖാൻ. ഇദ്ദേഹമാണ് പ്രവാചകൻ, അതുപോലെ അംബാസഡർ എന്നറിയപ്പെടുന്നത്. 1857 കലാപത്തിന്റെ പ്രവാചകൻ എന്ന വിശേഷണമുള്ളത് അസിമുള്ള ഖാൻ. വിപ്ലവത്തിന്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത് അതും അസിമുള്ള ഖാൻ. അംബാസഡർ, പ്രവാചകൻ, അസിമുള്ള ഖാൻ, പ്രവാചകൻ, അംബാസഡർ. പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു വിശേഷണമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ. നിക്കറിൽ കശാപ്പുകാരൻ, ഒരു നിക്കറിൽ വരുന്നു എന്ന് ആലോചിക്കുക, നിക്കോൾസൺ കേട്ടോ. ഞാൻ സാധാരണ പിള്ളേരെ പഠിപ്പിക്കാൻ പറയാണ്ട് ആ നിക്കർ കുട്ടപ്പൻ അല്ലെങ്കിൽ നിക്കർ ഇട്ട ഒരു സണ്ണാണെന്ത് ഡൽഹിയിലെ കശാപ്പുകാരൻ, ഇറച്ചി വെട്ടുകാരനൊക്കെ നിങ്ങൾ കാണാറില്ലേ നമ്മുടെ നാട്ടുപുറത്ത് ഓരോ ഷോപ്പിലൊക്കെ. അപ്പോൾ ഒരു നിക്കറൊക്കെ ഇട്ടൊരു ചങ്ങാതി, നിക്കോൾസൺ ആണ് കശാപ്പുകാരൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത്തെ പാർട്ട് കണ്ടവരെല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ കമന്റിന്റെ എണ്ണം കൂടും എനിക്ക് നാളെ വീഡിയോ എടുക്കാൻ ഒരു ആവേശമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഒക്കെ ചെയ്യട്ടോ. അതായത് ഡൽഹിയിലെ ഭരണാധികാരിയായിരുന്നു നമ്മുടെ ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തെ പിടികൂടിയത് ഹുമയൂണിന്റെ ശവകുടീരത്തിനടുത്താണ്. ആരായിരുന്നു അദ്ദേഹത്തെ പിടികൂടിയത്? ആ പേര് ചിലപ്പോൾ മനസ്സിലുണ്ടാവും. ഉള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ ആണോ? അതിനോടൊപ്പം നിങ്ങൾ കമന്റ് ചെയ്തേ ഝാൻസി റാണിയെ വധിച്ചതാരാണ്. ഞാനിത് മൂന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുമിച്ച് പറഞ്ഞതാ. ഝാൻസി റാണിയെ വധിച്ചതാരാണ്. അതുപോലെ തന്നെ താന്തിയോ തോപ്പി ഉണ്ടല്ലോ, അദ്ദേഹത്തെ പിടികൂടിയത് അതും ആരായിരുന്നു? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ ആണോ? നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1857 പ്രവാചകനും അംബാസഡറും അസിമുള്ള ഖാനാണ്. വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കൻവർ സിംഗ് ആണ്. കണ്ണാക്കിയിട്ടുണ്ട്, കന്നാട്ടോ, കൻവർ സിംഗ്. ഓക്കെ, വന്ധ്യവയോധികൻ. അപ്പൊ വന്ധ്യവയോധികനാണ് ബീഹാറിൽ ആര എന്ന് പറയുന്ന സ്ഥലവും, അതുപോലെ തന്നെ ജഗദീഷ്പൂരിലൊക്കെ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ. ഓക്കെ ആണല്ലോ? യെസ്, കൻവർ സിംഗ്. ഞാൻ വേഗം ഒന്ന് വായിക്കാം, അറിയാത്തത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. പിള്ളേരെ കഴിഞ്ഞ LP UP എക്സാം, അതുപോലെ മറ്റ് പല പരീക്ഷകൾക്കും നല്ല റെയർ ആയിട്ടുള്ള പല സ്ഥലങ്ങളും PSC കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരു 8-10 വർഷം മുമ്പുള്ള റാങ്ക് ഫയലൊക്കെ ഉള്ളവർ ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് ഒരു 5-6 സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു 10 സ്ഥലങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോഴത്തെ റാങ്ക് ഫയൽ എത്രയാ പഠിക്കാനുള്ളത്? ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ. അപ്പോ കൻവർ സിംഗ്, ജഗദീഷ്പൂർ ബീഹാർ ആര, ദിവാൻ മണിറാം ആസാം, മണി ആസാം, കഥം മീററ്റ് അല്ലെ, കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റ്, കഥം. മധുരയിൽ പോയ മീനാക്ഷി ക്ഷേത്രത്തിലെ ദേവിയെ എന്ന് വിളിക്കുക. മധുരയിൽ പോയിട്ടോ, അത് നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയാണ് മീനാക്ഷി ക്ഷേത്രം. പക്ഷെ ഇത് മധുര. എവിടെയാണിത്? ഇത് UPയിലെ മധുരയാണ്, UPയിൽ കേട്ടോ. അപ്പൊ അവിടെ ദേവി മധുരം, കഥം മീററ്റ്. ഇതിനൊക്കെ കോഡുണ്ട്. കോഡ് ഞാൻ പറയാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ജയ് കോട്ടയിൽ പോയിട്ട് ജയ് ദയാൽ. നമ്മുടെ മുമ്പത്തെ യൂട്യൂബ് ക്ലാസ്സിൽ 857 കലാപം ഞാൻ മുമ്പ് എടുത്തിരുന്നു. അതിനകത്ത് കോഡൊക്കെ പറയുന്നുണ്ട്. കോട്ട, ജയ്, ദേവി മധുര, കഥം മീററ്റ്. കഥ തുടങ്ങുന്നത് എവിടുന്ന? പൊട്ടിപ്പുറപ്പെട്ട കഥ തുടങ്ങുന്നത് മീററ്റ് അല്ലേ. ദിവാൻ മണി ആസാം. ഇനി തുലറാം, ഹരി. ഈ അരിയൊക്കെ തൂക്കിയിട്ടല്ല എടുക്കുക, തുലാസിലാണ് അരി എടുക്കുക. ഹരി തുലാസിലാണ് തുലാറാം. എന്നിട്ട്
അളവ് എടുക്കട്ടോ. റാവു റാവു തുലറാം, ഹരി 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 അരി തുലറാം, അലി തൂക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ഖാൻ ബഹദൂർ ഖാൻ, അവിടെയാണ് ബറേലി ബറേലി ബറേലി, ബഹദൂർ ബറയ്ക്കുന്നു, അല്ലെങ്കിൽ ബെറുതെ ബഹദൂർ, അങ്ങനെ കഴിച്ചോ കേട്ടോ. ബറേലി ബറേലി ബഹദൂർ. റോഹിൽഖണ്ഡ് റോഹിൽഖണ്ഡ് ബറേലി ബറേലി റോഹിൽഖണ്ഡ് ബഹദൂർ ഖാൻ. ഫിറോസ് ഷാ മാൻഡസോർ, മാൻഡസോർ ആണ് ഫിറോസ് ഷാ. ഫിറോസ് ഷാ എവിടെയാണ്? മാൻഡസോർ മാൻഡസോർ, ഫിറോസ് ഷാ മാൻഡസോർ, ഫിറോസ് ഷാ മാൻഡസോർ. ഈ നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ എന്നൊരു വ്ളോഗർ ഉണ്ട്, മുമ്പ് ഒരിക്കലും പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അയാൾ അയാൾ മയിലിനെ എന്തിനോ ശരിയാക്കിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. അപ്പൊ മാനെ പിടിച്ചു ഫിറോസ് മാൻ ആലോചിച്ചേ. ഷാമൽ, ഷാമിൽ എന്ന പേര് നിങ്ങൾ അറിയേണ്ടത് ഷാമൽ ആണ്. ബറൌട്ട് പർഗാന, എന്താണ് ബറൌട്ട് പർഗാന? ഷാമൽ ട്ടോ, ബറൌട്ട് 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 ഷാമൽ. ലിയാഖത്ത് അലി അലഹബാദ്, ലിയാഖത്ത് അലി അലഹബാദ്, ലിയാഖത്ത് അലി അലഹബാദ്. ഇനി SCRT പോവുകയാണെങ്കിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണത്? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല, ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരായിരുന്നു. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചിരുന്നില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. എല്ലാ നാട്ടുരാജാക്കന്മാരും ഇവരോട് ഉടക്കിയില്ല. ഓക്കെ, 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു കലാപം, അതുകൊണ്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം വിളിക്കുന്നത്. നമുക്ക് പിൽക്കാലത്ത് പല മാറ്റങ്ങളും, ഒരു ദേശീയ ബോധവും ഐക്യം ഒക്കെ വന്നത് ഈ ഒരു കലാപം കൊണ്ടാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പറഞ്ഞു നേരത്തെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കലാപം കൊണ്ട് അവരൊരു ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, ഇതുവരെ നിങ്ങളെ പീഡിപ്പിച്ചതോ നിങ്ങളെ ദ്രോഹിച്ചതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, ഇനി ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട രാജ്ഞി വിക്ടോറിയ, പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ്, അവരാണ് നിങ്ങൾ ഇനി ഭരിക്കുക, നിങ്ങൾ പേടിക്കേണ്ട, ജനങ്ങളെ ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് 1857 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തെ വിളിക്കുന്നത്. മനസ്സിലായി? മാഗ്ന കാർട്ട, ജനങ്ങളെ നിങ്ങൾക്ക് ഇതാ ഞങ്ങളുണ്ട്, ഞങ്ങൾ രക്ഷിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസാനിച്ചു, ഇനി ബ്രിട്ടീഷ് രാജ്ഞിയെ ഭരിക്കുക എന്നൊക്കെ അവർ പറ്റിച്ചു. അല്ലെ, ഇന്ത്യയുടെ രാജ്ഞിയായിട്ട് 30 വരികയാണ്. 30 എന്നൊക്കെ പറഞ്ഞ തമാശക്കാണ്. ദ ഗ്രേറ്റ് വിക്ടോറിയ രാജ്ഞി. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു, അത് തന്നെ ഒരു പ്രധാനപ്പെട്ട അതിനുശേഷം നടന്നൊരു സംഭവമാണ്. ഗവർണർ ജനറൽ എന്നുള്ള പേര് മാറ്റി വൈസ്രോയി ആവുന്നു. ബ്രിട്ടീഷ് ഭരണം നേരിട്ട് പാർലമെന്റിന്റെ കീഴിൽ വരുന്നു, അല്ലെങ്കിൽ രാജ്ഞിയുടെ കീഴിൽ വരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസാനിക്കുന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനം, എന്തിൽ പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നത് ഇതിന്റെ ഒരു അനുരണനം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എഫക്റ്റ് ആണ്. നോക്കൂ, ഇനി ചില സിനിമകളെ കുറിച്ചാണ് പറയുന്നത്, നോട്ട് ചെയ്ത് പഠിക്കണേ. മോഹൻലാൽ അല്ല, മോഹൻ സിൻഹ. പേരെന്താണ്? ഇത് ഞാൻ എഴുതിയ മാറ്റി എഴുതാം, മോഹൻ സിൻഹ. എല്ലാവരും പഠിച്ചേ, മോഹൻ സിൻഹ. അദ്ദേഹത്തിന്റെ സിനിമയാണ് 1857. ഇത് ഒരുപാട് വെറൈറ്റി സിനിമകളൊക്കെ ഉണ്ട് ഈ പേരില്. അപ്പൊ PSC SCRT ഉള്ളതുകൊണ്ട് ഇത് ചോദിക്കും. 1857 എന്ന് പറഞ്ഞ സിനിമ ആര് സംവിധാനം ചെയ്തു? അപ്പൊ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും മോഹൻ സിൻഹ. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു മംഗൾ പാണ്ഡെ സിനിമ അല്ലെ. ഖേദൻ മേത്തെ സംവിധാനം ചെയ്ത സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. അത് നിങ്ങൾക്ക് കിട്ടുമല്ലോ, കിട്ടും. അടുത്ത് നോക്കൂ, ക്രിഷ് എന്ന സിനിമ ഉണ്ട്, മറ്റേ നമ്മുടെ ഋത്തിക് റോഷന്റെ. ഇതല്ല, ഇത് ക്രിഷ് ജഗർലമുടി. എന്താ പേര്? ക്രിഷ് ഒരു ക്രഷ് ആണല്ലേ ആ മുടിയോട്. ജഗർലമുടി, ക്രിഷ് ജഗർലമുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി അല്ലെ, നമ്മുടെ കങ്കണ റണാവത്താണ് അഭിനയിച്ചത്. അപ്പൊ അത് ആരുടെ സിനിമയാണ്? ക്രിഷ് ജഗർലമുടി. അതുപോലെ തന്നെ 1857 ഈ പശ്ചാത്തലമാക്കി ചില കൃതികൾ വന്നിരുന്നു. മഹാശ്വേതാദേവിയുടെ ജാൻസി റാണി. നോട്ട് ചെയ്ത് വെക്കണേ, മഹാശ്വേതാദേവിയുടെ ജാൻസി റാണി എന്ന പുസ്തകം. മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന പുസ്തകം. നോക്കൂ, മഹാശ്വേതാദേവിയുടെ ജാൻസി റാണി എന്ന പുസ്തകമുണ്ട്, ആ മലയാറ്റൂറിന്റെ അമൃതം തേടി എന്ന പുസ്തകം. ഓക്കെ ആണല്ലോ. ഇതിന്റെ പശ്ചാത്തലമായി വരുന്ന നോവലുകളാണ്. അതുപോലെ 3 സിനിമകൾ, ദ ക്യൂൻ ഓഫ് ജാൻസി റാണി, മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി റാണി, അതുപോലെ തന്നെ 1857, അതുപോലെ തന്നെ മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഓക്കെ, ഖേദൻ മേത്തയുടെ കൃത്യമായിട്ട് പഠിക്കണേ. ഇനി ഈ കലാപത്തെ ചില ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് PSC പരീക്ഷയുടെ ഒരു ഹൈലൈറ്റ് ആട്ടോ. എല്ലാ പരീക്ഷകളിലും മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്.
ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 കലാപത്തെ വിളിച്ചത് VD സവർക്കറാണ്. കോഡൊന്നും ഞാൻ പറയില്ല, ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ. VD സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്ഥിരം ചോദ്യമാണ്, ബൈഹാർട്ട് പഠിക്കാൻ അറിയാത്തവര്. VD സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിളിച്ചത് RC മജുംദാറാണ്. ആരാണ്? RC. അങ്ങനെയാണെങ്കിൽ അംബിക ചരൺ മജുംദാർ, AC മജുംദാർ, നിങ്ങൾ ഇദ്ദേഹത്തെ എവിടെയാ കേട്ടത്? എന്റെ ക്ലാസ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നവര് കുറച്ച് കാലങ്ങളായി PSC പഠിക്കുന്നവർക്ക് ഇത് അറിയാം. AC മജുംദാർ, അംബിക ചരൺ മജുംദാർ നിങ്ങൾ എവിടെയാണ് കേട്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണോ? ചിലക്കെങ്കിലും ഓർമ്മ വന്ന്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ. AC മജുംദാർ. ഇത് RC മജുംദാർ. തെറ്റിക്കരുത് പേര്, ഓപ്ഷൻ ഇനീഷ്യലൊക്കെ തെറ്റിപ്പോകും പരീക്ഷയ്ക്ക്. ഇത് RC, മറ്റേത് AC ഇട്ട് തണുപ്പിച്ചിട്ട് നമ്മുടെ കോഡ് ഓർമ്മയില്ലേ? INCയുടെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് യൂട്യൂബില്, ഈ ചാനലുണ്ട്, നിങ്ങൾ കണ്ടു INC. അപ്പൊ INCയില് AC മജുംദാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിള്ളേരെ. അങ്ങനെയാണെങ്കിൽ ബെഞ്ചമിൻ ഡിസ്രേലി, അദ്ദേഹം പറഞ്ഞു ഡിസ്രേലി എന്താണ്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്. SN സെൻ എന്താണ് പറഞ്ഞത്? കാലത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം. കാലത്തെ തിരിച്ചു വെക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമമാണ് എന്ന് SN സെൻ പറഞ്ഞു. ഷിപ്പായി ലഹള എന്ന് ആക്ച്വലി ബ്രിട്ടീഷുകാർ വിളിച്ചതാണെങ്കിലും ജോൺ ലോറൻസും സീലിയും എന്ന് PSC പരീക്ഷയ്ക്ക് PYQ മുമ്പ് വന്നിട്ടുണ്ട്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു PYQ ആണ്. പഠിക്കാം. എന്താണ്? ജോൺ ലോറൻസും സീലിയും. ലോറൻസ് സീലി, ഷിപ്പായി ലഹള. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്ത് വിളിച്ചു? ചെകുത്താന്റെ കാറ്റ് എന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിളിച്ചത് ബ്രിട്ടീഷുകാരാണ്. കണ്ടോ? ചെകുത്താന്റെ കാറ്റ്. ഝാൻസി റാണിയുടെ, അവരുടെ നമ്മുടെ നാനാ സാഹിബിന്റെയും ബഹദൂർ ഷയുടെ ഒക്കെ ഏകദേശം ഒരു കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പൊ ചുമ്മാ ഒരു ഫോട്ടോ കൊടുത്താണ്. ചെകുത്താന്റെ കാറ്റാണ് കൊടുത്തോ. MN റോയ്ച്ചൻ എന്താ വിളിച്ചറിയോ? ഫ്യൂഡൽ റിവോൾട്ട്. എന്താ വിളിച്ചത്? ഫ്യൂഡൽ റിവോൾട്ട്. അദ്ദേഹം അങ്ങനെയാണ് കളിയാക്കി വിളിച്ചത്. ഫ്യൂഡൽ റിവോൾട്ട് ആണ്. പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിലാട്ടോ MN റോയ്. ഇപ്പൊ പീപ്പിൾസ് പ്ലാൻ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ MN റോയിയെ കുറിച്ച് ഒരു ഡയലോഗ് ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്താ ഡയലോഗ്? MN റോയ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. ഓർമ്മയുള്ള ഒരു കമന്റ് ചെയ്ത് ജസ്റ്റ് MN റോയ്. അപ്പൊ അദ്ദേഹം പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന കൃതിയില് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് പറഞ്ഞു. ഫ്യൂഡൽ റിവോൾട്ട്. നെഹ്റു എന്ത് വിളിച്ചു? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. കാരണം നാനാ സാഹിബും ഝാൻസി റാണിയും ബേഗം ഹസ്രത്ത് മഹൽ ഇവരൊക്കെ അല്ലെ ഭരണകർത്താക്കളാണ്. ഓരോ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരാ. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി നെഹ്റു പറഞ്ഞു. മറക്കണ്ട, PYQ ആണ്. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പ് നേരത്തെ ശ്രദ്ധിക്കണേ. നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് ബെഞ്ചിന്റെ മുകളിൽ കുത്തിട്ടാണ് നമ്മൾ എണീക്കുക അല്ലെ? ബെഞ്ച് സർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എണീറ്റിട്ടല്ലേ ഇരിക്കുമ്പോ? എണീക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എണീക്കും. അപ്പൊ ബെഞ്ചിന്റെ മുകളിൽ നിന്ന് എണീറ്റ് ഉയർത്തി. പക്ഷെ ഇന്ത്യയിൽ ദേശീയ തലത്തിലാണ് ഉയർത്തെണീക്കുക ബെഞ്ചിന്റെ മുകളിൽ. അല്ലാത്തതോ വെറും ഉയർത്തെഴുന്നേൽപ്പാണെങ്കിലോ വില്യം ഡാൽറിംബിൾ ദ ലാസ്റ്റ് മുഗൾ എന്ന കൃതിയിൽ വില്യം ഡാൽറിംബിൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞു. SB ചൗധരി എന്ത് പറഞ്ഞു? ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു. SB ചൗധരി ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു. നോക്കൂ പിള്ളേരെ, ചില പുസ്തകങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 1857 ദ ഗ്രേറ്റ് റെബിലിയൻ എന്ന പുസ്തകം. 1857 ദ ഗ്രേറ്റ് റെബിലിയൻ എന്ന പുസ്തകം എഴുതിയത് അശോക് മേത്തയാണ്. ദ ഗ്രേറ്റ് അശോക ചക്രവർത്തി എന്നാലോചിക്കുക. അവിടെ ഈ പേര് ദ ഗ്രേറ്റ് ആണ്. 57 ദ ഗ്രേറ്റ് അശോകൻ. ആലോചിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞത് താരാചന്താണ്. ഒരുപാട് താരങ്ങളെ, നല്ല ചന്തമുള്ള താരങ്ങളെ നമുക്ക് തന്നില്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് താരാചന്താണ്. അങ്ങനെയാണെങ്കിൽ ഷിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 എന്ന് പറഞ്ഞത് RC മജുംദാറിന്റെ പുസ്തകമാണ്. പറഞ്ഞതല്ല, നേരത്തെ RC മജുംദാറിന്റെ ഡയലോഗ് പറഞ്ഞിരുന്നു. ഷിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 ബൈ ഹാർട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കട്ടോ. റിബിലിയൻ 1857 PC ജോഷി. റിബിലിയൻ അല്ലെ? നമ്മുടെ വേണമെങ്കിൽ സംവിധായകൻ ജോഷി ആലോചിച്ചു. റിബിലിയൻ. ഷിപ്പായി മ്യൂട്ടിനി ആൻഡ് റിവോൾട്ട് RC മജുംദാർ. ക്യൂൻ ഓഫ് ഝാൻസി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PYQ ആണ്. സ്ഥിരം ചോദിക്കുന്ന PYQ ആണ്. എന്ത്? ക്യൂൻ ഓഫ് ഝാൻസി, മഹാശ്വേതാദേവി അല്ലെ? മഹാശ്വേത ഒരു ക്യൂനാണ്. മഹാശ്വേതാദേവി. SN സെന്നിന്റെ ആണ് 57. SN സെന്നിന്റെ ബുക്കാണ് 1857. 1857 ഫസ്റ്റ്
വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം PYQ ആണ്. നമ്മുടെ VD സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 57 കലാപത്തെ വിളിച്ചത് ആരാണ്? VD സവർക്കറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആരുടെ പുസ്തകമാണ്? VD സവർക്കർ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടും. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഈ ഒരു കൃതിയാണ്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി നോക്കൂ മക്കളെ, മത്സ്യപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. വിഷ്ണുവിന്റെ അവതാരമല്ലടാ മത്സ്യം, അല്ലേ? അപ്പൊ ആലോചിക്കുക, മത്സ്യപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. സ്ഥിരം PYQ ആണ് കേട്ടോ. മത്സ്യപ്രവാസ് ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. അമൃതം തേടി നമ്മൾ SCRT പഠിച്ചതാ, മലയാറ്റൂർ രാമകൃഷ്ണൻ. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രം. കഴിഞ്ഞ കൊല്ലത്തേക്ക് 2-3 പ്രാവശ്യം ചോദിച്ചാൽ റിപ്പീറ്റ് PYQ ആണ്. ലക്നൗ. ബാർക്കർ, ലക്നൗ. എന്താ കോഡ്? നോക്കൂ, നിങ്ങൾക്ക് ലക്കില്ല, ആലോചിക്ക, നിങ്ങൾക്ക് ഒരു ലക്കുമില്ല, നിങ്ങൾക്ക് ഭയങ്കര സങ്കടം, അല്ലെങ്കിൽ ലക്കില്ലാത്തൊരു മനുഷ്യൻ റിലീഫ് കിട്ടാൻ വേണ്ടി ബാറിൽ പോകുന്നു. ഒരിക്കലും നിങ്ങൾ റിലീഫ് കിട്ടാൻ വേണ്ടി ബാറിൽ പോയി മദ്യപിക്കരുത്. പക്ഷേ PSCക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു റിലീഫ് കിട്ടാൻ ലക്കില്ലാത്ത മനുഷ്യന്മാർ ബാറിൽ പോയി അടിമകളാവുന്നു മദ്യത്തിലല്ലേ. അപ്പൊ ബാർക്കർ റിലീഫ് ഓഫ് ലക്നൗ. ഇനി നോയലോ? ജോസഫ് നോയൽ, ഇൻ മെമ്മോറിയം, അല്ലേ? ജോസഫ് നോയൽ, മെമ്മറി, ഓർമ്മകൾ. ഭൂമത്തോളെ, അല്ലെ? ഒരു പാട്ടില്ലേ, പാട്ടിന്റെ വരി ഞാൻ മറന്നു, അതുകൊണ്ടാണ്. അപ്പോ ആ പാട്ട് ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പൊ അതിനകത്തല്ലേ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ ഇങ്ങനെ ഓരോന്ന് വരും. ജോസഫ് സിനിമ. ഇപ്പൊ മെമ്മറി നീക്കുമ്പോൾ ഞാൻ ജോസഫിനെ ആലോചിച്ച് വെച്ചാൽ മെമ്മറി പരീക്ഷയ്ക്ക് ചോദിക്കുക. 1857 കലാപം, അതിനുശേഷം 59 ജോസഫ് നോയൽ, അദ്ദേഹത്തിന്റെ പേരാട്ടോ പാറ്റേൺ. അതായത് ഒരു പ്രത്യേക പാറ്റേണിലാണ് ജോസഫ് സിനിമയിൽ ഇങ്ങനെ ആളുകൾ കൊല്ലുന്നത്, അല്ലേ? ഈ പറഞ്ഞ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് കത്തും. അപ്പൊ ജോസഫിലെ പ്രത്യേക പാറ്റേൺ മെമ്മറിയിലേക്ക് വരുന്നു. ഇൻ മെമ്മോറിയം. ഇപ്പൊ ജോസഫ് നോയൽ പാറ്റേൺ. വിപ്ലവത്തിന്റെ അവസാനമായിട്ട് വിപ്ലവത്തിന്റെ ഫലങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എന്തെല്ലാമാണ് ഇതിന് ശേഷം സംഭവിച്ചത്? അവളുടെ SCRT നമ്മൾ പറഞ്ഞു, അത് ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഈ പറയുന്ന അതിനുശേഷം വന്ന നിയമം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി ബ്രിട്ടീഷ് രാജ്ഞി മാറി. അവരുടെ ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ചില GK സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവായിരുന്നു. പിന്നീട് അദ്ദേഹം വൈസ്രോയായി മാറി 58. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ബെൽ അടിക്കുന്ന ആളാണ്. അപ്പൊ കോളിൻ ക്യാമ്പിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ട് നിങ്ങളെ മനസ്സിലേക്ക് നമ്മുടെ മംഗൾ പാണ്ഡെയാണോ? അല്ല. ഝാൻസി റാണിയാണോ? അറിയില്ല. താന്തിയോ തോപ്പിയാണോ? അറിയില്ല. ബഹദൂർ ഷാ സഫർ ആണോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കോളിൻ ക്യാമ്പിൽ ഓൾറെഡി നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ ആയിരുന്നു. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. പാൽമേഴ്സ്റ്റൺ പ്രഭു പഠിച്ചു വെക്കണേ. ഈ പാൽമേഴ്സ്റ്റൺ പ്രഭു ഒക്കെ നമുക്ക് തെറ്റിപ്പോകും. ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തായിരുന്നു. അതുപോലെ പാൽമേഴ്സ്റ്റൺ പ്രഭു 1850 ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തായിരുന്നു. ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒന്നാണ് ശിപ്പായി ലഹള സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കൂട്ടുകാർ ഇത്രയും നേരം ക്ലാസ് കണ്ടിട്ട് ഒന്നാമത്തെ ക്ലാസ് ഓർമ്മയുണ്ടോ നോക്കട്ടെ. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഏത് വർഷമായിരുന്നു വന്നത്? ഒന്നാമത്തെ ചോദ്യമാണ്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഏത് വർഷമാണ് വന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു അത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിക്കാത്തതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യക്കാരൻ ആരായിരുന്നു? 2 ചോദ്യങ്ങളാണ്. റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് ഏത് വർഷമായിരുന്നു വന്നത്? മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിക്കത്തിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ്? ഒന്നാമത്തെ പാർട്ട് കണ്ടവരുത് കമന്റ് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാം 2 ക്ലാസ്സും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണേ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.